കിതാബിലെ കഥകളിൽ ഇന്ന് ശ്രീ പത്മരാജൻ എഴുതിയ ലോല എന്ന കഥയെ നോക്കാം. പുതുമഴ നനയുന്ന ഒരു സുഖമുണ്ട് പത്മരാജൻ കഥകൾ വായിച്ചു കഴിയുമ്പോൾ. പ്രണയവും വിരഹവും ഏറ്റവും തീവ്രമായി കണ്ടത് പത്മരാജൻ കഥകളിലാണ്. അതിലെ കഥാപാത്രങ്ങൾ നമ്മുടെ എല്ലാം മനസ്സിൽ മരിക്കാതെ നിന്നുപോകും. അദ്ദേഹത്തിന്റെ കഥയായ ലോല എന്ന കഥ തുടക്കം ഇങ്ങനെയാണ്. എന്റെ പേര് അവളിൽ വല്ലാത്ത അമ്പരപ്പാണുണ്ടാക്കിയത്. സംസ്കൃതത്തിൽ ഒരു പേരോ? അതെ. നിങ്ങൾ സംസ്കൃതമാണോ സംസാരിക്കുക? അല്ല. പിന്നെ മലയാള ഭാഷ സംസ്കൃതവുമായി വളരെ ബന്ധപ്പെട്ട് കിടക്കുന്നു. എന്നാലും താമരയുടെ രാജാവ് എന്ന പേരുണ്ടോ? താമരയുടെ രാജാവ്. എനിക്ക് ലജ്ജ തോന്നി. ഞാൻ പറഞ്ഞു, ഞങ്ങൾ താമരയെ ആരാധിക്കുന്നു. അവൾ അല്പം ലജ്ജിക്കുന്നതായി കാണപ്പെട്ടു. എന്തോ പറയാൻ ബന്ധപ്പെടുന്നത് കണ്ട് ഞാൻ പ്രോത്സാഹിപ്പിച്ചപ്പോൾ അവൾ താമര ആരാധ്യ വസ്തുവായി തീർന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ. ഒബ്രിയൻ പറഞ്ഞിരിക്കുന്നത് എന്താണ്? എനിക്കറിഞ്ഞുകൂടാ. അവൾ കൂടുതൽ നാണിച്ചു. നഗ്നമായ കഴുത്തിനു പിന്നിൽ നിന്നും നേർത്ത അരുണിമ മുഖത്തേക്ക് വ്യാപിച്ചു. എത്ര മനോഹരമായ തുടക്കമാണ്! എന്നാൽ ഈ കഥ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. രാത്രി വളരെ കഴിഞ്ഞിരുന്നു. പ്രഭാതം അടുത്തടുത്ത് വരുന്നത് ഞങ്ങൾക്ക് കാണാമായിരുന്നു. ഞാൻ കട്ടിലിലിരുന്നു. എന്റെ കാൽക്കൽ വെറും നിലത്തായി ലോലയും. ഇടയ്ക്കിടെ എന്റെ കൈകളിൽ അവൾ മൃദുവായി ചുംബിച്ചു. മറ്റു ചിലപ്പോൾ നിശബ്ദയായി അവൾ എന്റെ മുഖത്തേക്ക് നോക്കി. അവൾ ഒരു അമേരിക്കക്കാരിയാണെന്ന് വിശ്വസിക്കാൻ ആ നിമിഷങ്ങളിൽ പ്രയാസം തോന്നി. രാവിലെ തമ്മിൽ പിരിഞ്ഞു. വീണ്ടും കാണുക എന്നൊന്നുണ്ടാവില്ല. നീ മരിച്ചതായി ഞാനും, ഞാൻ മരിച്ചതായി നീയും കണക്കാക്കുക. ചുംബിച്ച് ചുണ്ടുകൾക്ക് വിട തരിക. ലോലയിലെ എല്ലാവരും ഓർത്തുവെക്കുന്ന ഏറ്റവും പ്രസിദ്ധമായ ഡയലോഗുകളിൽ ഒന്നാണിത്. ലോലയെക്കുറിച്ച് അറിയണമെങ്കിൽ ലോല എന്ന ചെറുകഥ വായിക്കുക തന്നെ ചെയ്യണം. ലോല എന്ന കഥ വായിക്കണം എന്ന അഭ്യർത്ഥനയോടെ നിർത്തുന്നു.